गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै श्रीगुरवे नमः। ഓം ശ്രീ സായിരാം. പ്രശാന്തി നിലയത്തിൽ നിന്നും സ്നേഹപൂർവം സായിരാം. സായി പ്രചോദനങ്ങൾ ജൂലൈ 2, 2024. നിത്യവും ഈശ്വരസ്മരണ നടത്തുന്നവരെന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഭഗവാൻ ഇന്ന് നമ്മെ പ്രേമപൂർവം പ്രചോദിപ്പിക്കുന്നു. പ്രേമസ്വരൂപരെ, ദൈവീകമായ ജീവിതം നയിക്കുന്ന ഒരുവൻ ദിവ്യമായ ആനന്ദം അനുഭവിക്കുന്നു. അയാൾ സദാ ആനന്ദത്തിലായിരിക്കും. അയാൾ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നു. അതിനാൽ ഓരോ മനുഷ്യനും താൻ ദിവ്യതയുടെ ഒരു സ്ഫുലിംഗമാണെന്ന സത്യം മനസ്സിലാക്കണം. അതിനർത്ഥം ഓരോരുത്തരും ഈശ്വരനെ തങ്ങളുടെ ഹൃദയവാസിയായി അനുഭവിക്കണമെന്നാണ്. ഒരിക്കൽ അർജുനൻ തന്റെ സാഹചര്യങ്ങളെക്കുറിച്ചോർത്ത് മനോവിഷമത്തിലായപ്പോൾ കൃഷ്ണനോട് ഇത്രമേൽ വിശ്വാസമുണ്ടായിട്ടും താൻ എന്തുകൊണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നു എന്ന് ചോദിച്ചു. വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രം ഈശ്വരനെ സ്മരിച്ചതുകൊണ്ടായില്ല. അത് കാര്യസാധ്യത്തിനു വേണ്ടിയുള്ള സ്മരണയാണ്. അനുസ്മരണ, അതായത് നിരന്തര സ്മരണയാണ് ആവശ്യം. അത് മാത്രമേ ഭക്തനെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയുള്ളൂ. ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും ഈശ്വരനെ സ്മരിക്കുന്നതാണ് അനുസ്മരണ. പ്രത്യേക സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം ഈശ്വരനെ സ്മരിക്കുന്നതാണ് അർജുനന്റെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കൃഷ്ണൻ പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, നീ സദാസമയവും എന്നെ സ്മരിക്കുന്ന പക്ഷം ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. എത്ര സങ്കീർണമായ കുഴപ്പങ്ങളിൽ കുടുങ്ങിപ്പോയാലും ഒരുവൻ പ്രഭുവിന്റെ നാമസ്മരണയിൽ മുഴുകുന്ന പക്ഷം അതവനെ മോചിപ്പിക്കും. 1997 ഓഗസ്റ്റ് 25 ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗം. സായിയോടൊപ്പം സായിക്കു വേണ്ടി സായിയിൽ മുഴുകിയ ഒരു ദിവസം ആശംസിക്കുന്നു. ജയ് സായിരാം.